ഹലോ ഹായ്. ഇപ്പോഴിതാ രാജസ്ഥാൻ്റെ നിറപ്പകിട്ടിലേക്ക് നമ്മൾ ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. ചരിത്രത്തിൻ്റെ പടവുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൻ്റെ ചലച്ചിത്രം പോലെ ഒരു വിപണി. ഇവിടെ ഓരോ കടയും ഒരു കഥ പറയുന്നു. മസാലകളുടെ മണം, കൈത്തറിയുടെ നിറങ്ങൾ, കൈപ്പണിയുടെ സൗന്ദര്യം എല്ലാം ചേർന്ന ഒരു സംസ്കാരത്തിൻ്റെ ശബ്ദമാണ് ഈ സർദാർ മാർക്കറ്റ്. കാൽവെപ്പ് ഓരോന്നും നമ്മളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വ്യാപാരത്തിൻ്റെ ഈ വഴികളിൽ രാജസ്ഥാൻ്റെ ആത്മാവ് ഇപ്പോഴും ജീവിക്കുന്നു. ഇനി നമുക്ക് ഈ നിറങ്ങളുടെ ശബ്ദങ്ങളുടെയും ഇടയിലൂടെ ഒന്നുകൂടി ആഴത്തിൽ സഞ്ചരിക്കാം. ഈ വിപണി നമ്മൾക്കായി എന്തെല്ലാം കഥകൾ തുറന്നു വെക്കുന്നു എന്ന് കണ്ടറിയാം. നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതാ ഈ മുന്നിൽ കാണുന്നതാണ് സർദാർ മാർക്കറ്റിലേക്കുള്ള പ്രവേശന കവാടം. രാജസ്ഥാനിലെ പഴമയും വ്യാപാരത്തിൻ്റെ ഉത്സാഹവും ഒരുമിച്ച് കാണുന്ന ഒരു വാതിൽപ്പടി പോലെയാണ് ഈ സ്ഥലം. ഗേറ്റിന് അപ്പുറം മുഴുവൻ ജീവന്തമായ വ്യാപാരികൾ, നിറങ്ങളും ശബ്ദങ്ങളും നിറഞ്ഞ ഒരു ലോകം. ഈ കവാടം കടന്നാൽ നേരെ കാണുന്നത് പ്രശസ്തമായ ഗാന്ധകാർ ക്ലോക്ക് ടവറാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വിപണിയുടെ മുഴുവൻ ചലനവും. വ്യാപാരവും സംസ്കാരവും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇടമാണ് ഈ സർദാർ മാർക്കറ്റ് എന്നത്. ഇതാണ് ജോധ്പൂർ നഗരത്തിൻ്റെ അടയാളമായി നിൽക്കുന്ന ഗാന്ധകാർ ക്ലോക്ക് ടവർ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മഹാരാജാവ് സർദാർ സിംഗ് നിർമ്മിച്ചതാണ് ഈ ചരിത്ര ഗോപുരം. പഴയ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഈ ടവർ ഒരു കാലത്ത് നഗരത്തിൻ്റെ സമയം അറിയിച്ചിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്ന് ചുറ്റും പടർന്നു കിടക്കുന്ന ഈ കാണുന്ന പ്രശസ്തമായ വിപണിയാണ് സർദാർ മാർക്കറ്റ്. പഴയ കാലത്ത് ഇത് പ്രാദേശിക വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് മസാലകൾ, ധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, കൈപ്പണികൾ എന്നിവയായിരുന്നു വ്യാപാരം. രാജസ്ഥാനിലെ ഗ്രാമങ്ങളിൽ നിന്ന് വ്യാപാരികൾ ഇവിടെ എത്തി സാധനങ്ങൾ വിറ്റിരുന്നു. അന്നും ഇന്നും. കാലക്രമേണ ഇത് ജോധ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ പരമ്പരാഗത മാർക്കറ്റുകളിൽ ഒന്നായി മാറി. ഇന്ന് ഇത് ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഒരുപോലെ എത്തുന്ന സാംസ്കാരിക വിപണിയായി നിലകൊള്ളുകയാണ്. അത്ര മനോഹരവും അത്ര ചരിത്ര പ്രാധാന്യവുമാണ് ഈ സർദാർ മാർക്കറ്റിനുള്ളത്. ഗാന്ധകാർ ക്ലോക്ക് ടവർ കേന്ദ്രമാക്കി രൂപം കൊണ്ട ഈ വിപണിയിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 6000-ത്തിലധികം ചെറുതും വലുതുമായ കടകളും സ്റ്റാളുകളും ഇവിടെ പ്രവർത്തിക്കുന്നതായും അറിയപ്പെടുന്നു. രാജസ്ഥാനി ബന്ധാനി വസ്ത്രങ്ങൾ, കൈപ്പണികൾ, നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, മസാലകൾ, ലെതർ മൊജേരി, ചെരുപ്പുകൾ, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ പ്രധാനമായും വ്യാപാരം നടക്കുന്ന സാധനങ്ങൾ. സാധാരണയായി കടകൾ രാവിലെ ഏകദേശം 9 മണിയോടുകൂടി തുറന്ന് രാത്രി 10 മണിയോളം പ്രവർത്തിക്കുന്നു. രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 10 വരെയും ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയമായി കരുതപ്പെടുന്നു. കാരണം ആ സമയങ്ങളിൽ വിപണി കൂടുതൽ സജീവമായിരിക്കും. നഗരത്തിലെ നിരവധി വ്യാപാരികളും കുടുംബപരമായി കടകൾ നടത്തി വരുന്നവരാണ് ഇവിടെ സാധാരണയായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രം നിയന്ത്രിക്കുന്ന വിപണിയല്ല ഇത്. ദിവസേന ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ജോധ്പൂരിൻ്റെ സാമ്പത്തിക ചലനത്തിൽ ഈ വിപണിക്ക് വലിയ പങ്കുണ്ട്. സർദാർ മാർക്കറ്റ് 2 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ പ്രധാനപ്പെട്ട ഗേറ്റിൻ്റെ ഒരു ഭാഗത്ത് കരകൗശല വസ്തുക്കൾ, അലങ്കാര സാധനങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന കടകൾ നിരന്നു നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് കുടിൽ വ്യവസായത്തിൻ്റെ ഭാഗമായെന്നോണം രാജസ്ഥാനി സ്ത്രീകൾ നിർമ്മിക്കുന്ന മജാരി ചെരുപ്പുകൾ, വിവിധ തരത്തിലുള്ള കമ്മലുകൾ, കൈവളകൾ, ആഭരണങ്ങൾ, ചെറിയ കൈബാഗുകൾ, ചെരുപ്പുകൾ തുടങ്ങിയവ ലഭ്യമാണ്. ചില കടകളിൽ വിദേശ നിർമ്മിത സാധനങ്ങൾ പോലും കുറഞ്ഞ വിലക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇതിനൊപ്പം തന്നെ മൊബൈൽ ആക്സസറീസുകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ക്ലോക്കുകൾ, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ചെറിയ സ്റ്റാളുകളും വഴിയൊട്ടാകെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ എല്ലാം ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന വ്യാപാര കേന്ദ്രമായി നമുക്ക് ഇതിനെ കാണാം. ജയ്പൂർ സന്ദർശിക്കുന്ന ഓരോ വ്യക്തികളും വിട്ടുപോവാതിരിക്കേണ്ട ഒരു സ്ഥലം എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ ഇതാ ഈ സർദാർ മാർക്കറ്റ് തന്നെയാണ്. കാരണം ഈ ഗാന്ധകാർ ചുറ്റുപാടുകളിൽ വൈകുന്നേര സമയത്ത് നിരവധി ഫുഡ് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നു എന്നത് തന്നെ. കുറഞ്ഞ വിലയിൽ രുചികരമായ പരമ്പരാഗത ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കുന്നതിനാൽ നാട്ടുകാരും ടൂറിസ്റ്റുകളും എല്ലാം വലിയ തോതിൽ ഇങ്ങോട്ട് വൈകുന്നേരങ്ങളിൽ എത്തുന്നു. ഇവിടെ ഏറ്റവും പ്രശസ്തമായ തെരുവ് ഭക്ഷണങ്ങളിൽ മിർച്ചി വട, പയാസ് കച്ചോരി,
മാവ കച്ചോരി, ദാൽ ബാട്ടി ചൂർമ, ഗേവാർ എന്നിവ ഉൾപ്പെടുന്നു. ഇവയുടെ രുചി അനുഭവിക്കാൻ ആളുകൾ പലപ്പോഴും സ്റ്റാളുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ വിലയും സാധാരണയായി വളരെ കുറഞ്ഞതാണ്. ചെറിയ സ്നാക്സുകൾ ഏകദേശം 20 മുതൽ 80 രൂപ വരെ വിലയിൽ നമുക്ക് ലഭിക്കുന്നു. വലിയ രാജസ്ഥാനി വിഭവങ്ങൾ 100 രൂപ മുതൽ 200 രൂപ വരെ വിലയിലും ഇവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ രാജസ്ഥാനി ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി അനുഭവിക്കാൻ ഏറ്റവും നല്ല ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ സർദാർ മാർക്കറ്റ്. ഞങ്ങൾ ഏകദേശം ഇവിടെ ചിലവഴിച്ചത് 3-4 മണിക്കൂറോളമാണ്. കാരണം അത്രത്തോളം വൈബ് തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് എന്നത്. ജോധ്പൂരിലെ ഈ വഴികളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക വൈബുണ്ട്. ആ തിരക്ക്, നിറങ്ങൾ, ആളുകളുടെ ശബ്ദം, ചെറുകടകളുടെ മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്ന ജീവിതങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് ഈ ഒരു പ്രത്യേക വൈബുണ്ടാക്കുന്നത്. സത്യത്തിൽ സർദാർ മാർക്കറ്റ് ഒരിക്കൽ വന്നാൽ മാത്രം മനസ്സിലാകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ രാജസ്ഥാനിൻ്റെ യഥാർത്ഥ ജീവിതം അടുത്തു നിന്ന് കാണാൻ കഴിയും. ചുറ്റും ഉയർന്നു നിൽക്കുന്ന ഗന്ധകാർ ക്ലോക്ക് ടവറും അതിന് ചുറ്റുമുള്ള തിരക്കേറിയ വഴികളും ചേർന്നപ്പോൾ ഒരു പഴയകാല നഗരത്തിൻ്റെ ആത്മാവെപ്പോൾ ഇവിടെ ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം എന്ന് മാത്രം. രാജസ്ഥാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ മാർക്കറ്റ് ഒഴിവാക്കുകയാണ് എങ്കിൽ വെറും ഒരു ഷോപ്പിംഗ് സ്പോട്ട് മാത്രമല്ല നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഈ നാടിൻ്റെ സംസ്കാരവും ജനങ്ങളുടെ ദിവസേനയുള്ള ജീവിതവും തെരുവ് ഭക്ഷണത്തിൻ്റെ രുചിയും കൈപ്പണികളുടെ പ്രകടമാകുന്ന പാരമ്പര്യവും ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, പറ്റാത്ത ജയ്പൂരിൻ്റെ അല്ലെങ്കിൽ രാജസ്ഥാനിൻ്റെ ഒരു ഇടം എന്നത് ഇതാ ഈ സർദാർ മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞു പോവാൻ മനസ്സനുവദിക്കുന്നില്ല. എങ്കിലും ഇന്നത്തെ രാത്രിയോടുകൂടി ഈ നഗരത്തോട് ഞാൻ ഇവിടെ പറയേണ്ടി വരികയാണ്. ഒരിക്കൽ കൂടി ഇവിടെ തിരികെ വരണം എന്നൊരാഗ്രഹം മനസ്സിൽ അവശേഷിക്കുന്നു. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ അനവധി ആളുകളെ കണ്ടു. സാധനം എടുക്കാൻ സ്നേഹത്തോടെ വിളിച്ച് വഴിയോര കച്ചവടക്കാരുമുണ്ടായിരുന്നു. ചിലരിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞു, മറ്റു ചിലരിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും അവരുടെ ആത്മാർത്ഥമായ വിളിയും ചിരിയും ഈ യാത്രയുടെ മനോഹര ഭാഗമായി തന്നെ മാറിയിരിക്കുന്നു. അതേസമയം ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ചില മുഖങ്ങളും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. ജീവിതം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വിപണിയും. എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ച നിമിഷങ്ങൾക്കും ഇവിടെ കണ്ടുമുട്ടിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും ഒരിക്കൽ കൂടി ഈ നഗരത്തിലേക്ക് തിരികെ വരാം എന്ന പ്രതീക്ഷയോടുകൂടി ബൈ.